പാടാമൊരു മനമാ സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിയിടുമോരാം വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി പാടാമൊരു മനമാ സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിയിടുമോരാം ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലിയർപ്പിക്കാനായി നമ്മുടെ തിരിച്ചെല്ലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും അതുമൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സകല മനുഷ്യരെയും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സകല മനുഷ്യരെയും കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ മൂലം ക്ലേശിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെയും കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ കൂടി വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടെയിരിക്കും ഞങ്ങളെ എത്ര കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരണപ്പുഴ നൽകിയ ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സ്വരത്തിന്റെയും നാഥായ നീക്കം. ആമേൻ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തേടി നീച്ചോരയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തേടി നീച്ചോരയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓസരേ നായകാനി തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓസരേ നായകാനി തിരുനാമം പാവനം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ മുടിചൂട് നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തര സ്തുതിക്കുകയും മൗത്തപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ചെയ്യവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. നിങ്ങളെപ്പോൾ നിങ്ങൾക്ക് സ്തുതിയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്വരത്തിനെയും നാഥായ നീക്കം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ഭഗവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12 മുതൽ 15 വരെ എടുത്തിരിക്കുന്നു. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശവും സിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 1 മുതലുള്ള തിരുവചനങ്ങൾ. ജനകൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവരവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുകയും ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവിടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അപകീഴിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ചിലത് റെഡിയാകും, ചിലത് റെഡിയാകില്ല. എൻ്റെ റെഡിയായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞ മലപ്പുറക്കാരൻ ഫായിസ് എന്ന് പറയുന്ന കൊച്ചു ബാലന്റെ കൊച്ചു വീഡിയോയിലെ വാക്കുകളാണിത്. ഫായിസ് എന്ന് പറയുന്ന കൊച്ചു ബാലൻ കടലാസ് പൂവുകൾ ഉണ്ടാക്കുകയാണ്. കടലാസുകൾ മുറിച്ച് കടലാസ് പൂ ഉണ്ടാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അവനതിൽ പരാജയപ്പെടുകയാണ്. ജാളിതയൊന്നുമില്ലാതെ അവൻ പറയുന്ന വാക്കുകളാണ് നിരാശയുടെ വാക്കുകളല്ല, മറിച്ച് വലിയ പ്രതീക്ഷയുടെ വാക്കുകളാണ്. ചിലത് ശരിയാകും, ചിലത് ശരിയാവുകയില്ല. എൻ്റെ ശരിയായില്ല എങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട വാക്കുകളാണ് ഇത് എന്ന് തോന്നുകയാണ്. വലിയ പ്രതീക്ഷയുടെ വാക്കുകൾ. പരീക്ഷകൾക്ക് തോറ്റുപോകുമ്പോഴും, സ്നേഹബന്ധങ്ങൾ തകർന്നു പോകുമ്പോഴും, ബിസിനസ്സൊക്കെ ഡള്ളായിട്ട് നഷ്ടമായിട്ട് മാറുമ്പോഴും, ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുമ്പോഴും, ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ വരുമ്പോഴും, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉയരേണ്ട വാക്കുകളല്ലേ ഇത്. ചിലതൊക്കെ ശരിയാകും, മറ്റു ചിലത് ശരിയാകുകയില്ല. ഇനി എൻ്റെ ശരിയായില്ല എങ്കിൽ പോലും അതിലെനിക്ക് കുഴപ്പമില്ല. സുവിശേഷത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈശോ ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. കരുണയുള്ളവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ശാന്തശീലരെ, നിങ്ങളും ഭാഗ്യവാന്മാരാണ്, ദൈവത്തെ കാണും. ഇങ്ങനെ ഒത്തിരിയേറെ പ്രതീക്ഷയുടെ വാക്കുകൾ ഈശോ നമുക്ക് വർഷങ്ങൾ മുമ്പ് തന്നെ നൽകി. വലിയ പ്രതീക്ഷയുണ്ട്. ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും രോഗത്തിന്റെയും ഒക്കെ നടുവില് വേദപുസ്തകത്തിലെ ഓരോ പുസ്തകത്തിലും വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ട്. തലകുനിച്ച് നിൽക്കേണ്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. തോറ്റ് തുന്നം പാടുന്ന ചരിത്രമുണ്ട്. തകർന്ന ദേവാലയമുണ്ട്. പ്രവാസികളാകപ്പെട്ട കാലഘട്ടമുണ്ട്. യുദ്ധത്തിന്റെ കാലമുണ്ട്. ദുരിതത്തിന്റെയും അപകടത്തിന്റെയും ഒക്കെ കാലഘട്ടമുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലമുണ്ട്. യുദ്ധത്തിന്റെയും മരണത്തിന്റെയുമായിട്ടുള്ള കാലങ്ങൾ. ഇവിടെയൊക്കെ ദൈവം വലിയ പ്രതീക്ഷ നൽകിയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദൈവത്തെ കാണും, കരുണ ലഭിക്കും, ആശ്വാസം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കടന്നു പോകും. അവിടെയൊക്കെ ഈ വലിയ പ്രതീക്ഷ, ഈശോ നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും ആശ്വാസവും സ്വീകരിക്കാൻ സാധിക്കട്ടെ. നിരാശരാകാതെ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിലുമൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ അവസാനിക്കുന്നതിന് ഫലപ്രദമായ മരുന്ന് വരും. ജീവിതം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള വലിയ പ്രതീക്ഷ. ഹബക്കൂക്ക് പ്രവാചകനെ പോലെ നമ്മുടെ മനസ്സിലും പ്രതീക്ഷയുടെ വാക്കുകൾ വരട്ടെ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും,
ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ല എങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികളില്ലാതായാലും ഞാൻ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ആനന്ദരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷ സാക്ഷികളാവാൻ നിങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായ പ്രേക്ഷിത വേല ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും ദേഷ്യയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തെ നമ്മുടെ ഓരോരുത്തരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുളസി നീക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ആസ്വദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി എന്റെ കരങ്ങൾ വഴി പൂർത്തിയാവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോണീസ് വഴിയായി അങ്ങയുടെ മേൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാവുന്ന ദൈവദേശങ്ങളെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും ഭാവികമായിട്ടും ഞങ്ങളെ കാർണികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസത്തിന് സമാധാനം ആശംസിക്കുകയും കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദം സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന് ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും നിങ്ങളെയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുടർന്നാൽ ലോകത്തെയും മനസ്സുകളെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ പറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസുടിയായിരങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മോഹനത്തിനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരൂപരൂപികളുമായ ക്രോപന്മാരും സാപന്മാരും ചേർന്ന് നാഥനാംഗീക ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്തുതികളുയരും ഈ നിമിഷം എത്ര ധന്യമേ. ഉയർത്തിടുന്നു നിൻ മഹിമ എന്നുമേശുവേ. കൈത്താളത്തോടെ ആഹ്ലാദമോടെ നിൻ മുന്നിൽ ഞങ്ങൾ പാടും. കൈത്താളത്തോടെ ആഹ്ലാദമോടെ നിൻ മുന്നിൽ ഞങ്ങൾ പാടും. ഹോസാന 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 കർത്താവായ ദൈവമേ,
സ്വർഗീയ ഗണങ്ങളോടുകൂടി ഞങ്ങളും അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറന്നിരിക്കുന്ന ആത്മസാധനം അങ്ങയോട് സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ഈശോയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ഈശ്വരനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയുടെ ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കും, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർക്കെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയങ്ങളുടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ധർമ്മപരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ മേൽദശപിതാവുമായി ചോർജാലഞ്ചലി പിതാവിന് വേണ്ടി അതിർവ്വതനയിക്കുന്ന ആന്റണി മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കൃപ സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തരുടെയും ബഹുമാനത്തിനു വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കൃപ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും രോഗികളും ആകുലമായ സകല മനുഷ്യർക്കും വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കൃപ സ്വീകരിക്കണമേ. ഓരോരുത്തരെയും കുടുംബങ്ങൾ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി സകല മനുഷ്യർക്കും വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളുടെ വിമോചനത്തിനു വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കൃപ സ്വീകരിക്കണമേ. പകർച്ചവ്യാധികൾ മൂലം ക്ലേശിക്കുന്ന എല്ലാ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഓരോരുത്തർക്കും വേണ്ടി മരുന്നുകൾ കണ്ടുപിടിക്കുന്ന പരിശ്രമങ്ങൾ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതിനു വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കൃപ സ്വീകരിക്കണമേ. വിവിധ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന രാജ്യത്തിലെയും ഞങ്ങളുടെ നാട്ടിലെയും സകലർക്കും വേണ്ടി അനുകൂലമായ കാലാവസ്ഥകൾ രൂപപ്പെടുന്നതിനു വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ.
കർത്താവേ, കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. പഠനത്തിലും ജോലി സാഹചര്യങ്ങളിലും പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന സകലർക്കും വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. രോഗികളുടെയും സൗഖ്യത്തിന് വേണ്ടി വിവിധ ചികിത്സയിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ചികിത്സകൾ ഫലപ്രദമായി തീരുന്നതിന് വേണ്ടി കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സകലർക്കും വേണ്ടി ജോലിയില്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയിൽ നിന്ന് സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. വിജയങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും പരിശുദ്ധ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നവമായ ജീവിതത്തിനും കാരണമായിട്ടേ. സജീവവും പരിശുദ്ധവും യുതായുമാകിയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, കാര്യത്തിനും ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ ഓരോരുത്തരും തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ദൈവനായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സോമസഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗതരഹിതം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപബോധന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യ ശക്തികളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുജാതനത്തോടെ അപരാധങ്ങൾക്ക് തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് വെച്ചാത്ത ഉച്ചം സഹോദരത്തെ ക്ഷമിച്ചും
നമുക്ക് സ്വതന്ത്രനായ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സ്വീകരിക്കുകയും പരിശുദ്ധമാനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാട്ടെ. നിത്യജീവനും കാരണമാവട്ടെ. എന്നേക്കും ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവയുടെ ദാസരുടെ പാപങ്ങളും അപരാധക്കാരെ ക്ഷമിക്കണമേ. മഹോന്നതയും അങ്ങേ സ്വകരാജ്യത്തെ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ സന്തോഷവും വളർത്തണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിന്റെ വിശ്വകുരസിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജലത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരത്തിൽ തരുന്ന വിശുദ്ധായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിതാവേശംസകഭാവനോടത്തെ കാരണത്താൽ നമ്മളെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിന് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശുദ്ധന്താനങ്ങളെ വർദ്ധിക്കുവാൻ ഈ ദിവ്യഭൂതാശിനെ ശക്തരാക്കട്ടെ. നിശ്ചയകാലം കടപ്പുറത്തേക്ക് അവിടെ മാനത്തിന് കാരണമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടി വാഴ്ത്തിടാം. സ്വലോകത്തിൻ നാഥാ നിൻ നാമം. നെല്ലീനാത്മാവായി നിന്നെ ധ്യാനമാർന്നു ഞാൻ. ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു. കടൽ പോലെയാ മണ്ണിൽ കടൽ പൊള്ളി വീഴുമ്പോൾ കുളിർമേഘമായി കരുണാമൃതം തൂകുമെന്നാഥാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടി വാഴ്ത്തിടാം. സ്വലോകത്തിൻ നാഥാ നിൻ നാമം.
അല്ലൽ നീലോചനം അല്ലൽ നീക്കും സാന്ത്വനം നീയേ ദീപം ദീപ്തിയും നീയേ കണ്ണും കാഴ്ചയും ശിശിരത്തിലെ ഇളവേലുപോ കഴുകാവൂ നീ എന്നെ ഞങ്ങൾ പാടും ഗീതികൾ വിണ്ണിൽ പാറും പ്രാവു പോ നിന്നെ തേടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർഗ്ഗത്തിൻ നാഥ നിൻ നാമം ജീവിതായകവും ദൈവവുമായ രഹസ്യം സമയച്ച് ഇവയിപ്പങ്ങളായ യോഗ്രാഹം കലാർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃത്യതയും സമർപ്പിക്കാം. പൗർണിമായ നാളത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കാരാക്കിയതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അവനെയുമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടെ അങ്ങയെ പുകഴ്ത്തുവാനും നിങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കാം. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സുത്യർഗവും പരിശുദ്ധവും ദേവദായകവുമായ ഈ ദൈവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുടക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങളെ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സ്വരത്തിന്റെയും നാഥായ നയിക്കാം. ദേവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശം വീരവോടു നമ്മിൽ വസിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം വർഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ജ്ഞാനം നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നേ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശക്തിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയ
വിശ്വസിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന്റെ ദാസനും വിശുദ്ധനാമന്ത്രോനിസൻ മുട്ടിത്തായങ്ങി മുട്ടിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നെ മാധ്യസ്ഥ സഹായമേകണേ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്ത്രോനിസൻ മുട്ടിത്തായങ്ങി മുട്ടിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്ത്രോനിസൻ മുട്ടിത്തായങ്ങി മുട്ടിൽ പ്രാർത്ഥിപ്പൂ